കൊച്ചി എംബാർക്കേഷൻ പോയിന്റിലൂടെ പരിശുദ്ധ മക്കയിലേക്ക് അള്ളാഹുവിൻ്റെ അതിഥികളായി പോകുന്ന എല്ലാ ഹജ്ജുമാരെയും കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിക്ക് വേണ്ടിയും കേരള സർക്കാരിന് വേണ്ടിയും ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഉൾപ്പെടെ 42 സർക്കാർ ഉദ്യോഗസ്ഥരെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നും ഹാജിമാരുടെയും ഹജ്ജിമാരുടെയും യാത്രാ രേഖകൾ റെഡിയാക്കി തരുന്നതിന് വേണ്ടിയും വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകി അയക്കുന്നതിന് വേണ്ടിയുമായി കേരള ഗവൺമെൻറ് ഇവിടെ നിയോഗിച്ചിട്ടുണ്ട്. ഞങ്ങൾ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ ആൾറെഡി തന്നിട്ടുണ്ട്. ലാസ്റ്റിൽ ഒരിക്കൽ കൂടി അതിൻ്റെ ഒരു കൺക്ലൂഷൻ ഒന്ന് പറയുകയാണ്. എല്ലാവരെയും അതൊന്ന് പ്രത്യേകം സംഘയാത്രയാണ്. 428 ഹജ്ജുമാരാണ് നമ്മുടെ ഈ ഫ്ലൈറ്റിൽ പോകുന്നത്. ഈ യാത്രയിൽ നമ്മൾ അന്യദേശത്തേക്കായിട്ട് പോവുകയാണ്. ലക്ഷോപലക്ഷം ഹാജിമാർ ഹജ്ജുമാർ അവിടെ തീർത്ഥാടനത്തിനായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കൂട്ടം തെറ്റിപ്പോകുവാൻ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും ഉണ്ടാകാനും അതുപോലെ തന്നെ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ആയതിനാൽ തന്നെ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ എല്ലാവരും വ്യക്തമായി പാലിക്കണം. സംഘയാത്ര ആയതുകൊണ്ട് തന്നെ ഒരാളിൽ നിന്നുണ്ടാകുന്ന ഒരു മിസ്റ്റേക്ക് അല്ലെങ്കിൽ ഒരു വീഴ്ച അത് ആ സംഘത്തിൽ ഉള്ള എല്ലാവരെയും അത് ഗുരുതരമായി ബാധിക്കും എന്നുള്ളതിനാൽ നമ്മുടെ നോക്കുകൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മനസ്സുകൊണ്ടോ അറിഞ്ഞോ അറിയാതെയോ ആർക്കും ഒരു ബുദ്ധിമുട്ടും വരാതിരിക്കാൻ ഓരോ ഹജ്ജുമാരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങളോടൊപ്പം ഈ 2 പേരാണ് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മുഖങ്ങൾ നിങ്ങളുടെ ഓർമ്മയിലുണ്ടാവണം. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആവശ്യങ്ങളോ ബുദ്ധിമുട്ടുകളോ മറ്റോ ഉണ്ടായാൽ ഇവരെയാണ് നിങ്ങൾക്ക് ആശ്രയിക്കാൻ പറ്റുന്നത്. നിങ്ങൾ താമസിക്കുന്ന ബിൽഡിങ്ങിൽ തന്നെ ഈ 2 പേരുണ്ടാകും. അത് കൃത്യമായി ഓർമ്മയിൽ വെച്ചിരിക്കുക. ചേർന്ന് അത് നിങ്ങളിൽ നിന്ന് കളക്ട് ചെയ്യുകയും അത് പിന്നീട് നിങ്ങൾ തിരിച്ച് മക്കൾക്ക് വരുന്ന സമയത്ത് മാത്രമേ നിങ്ങൾക്ക് തിരിച്ചു തരത്തുള്ളൂ, ഹാൻഡ് ഓവർ ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് തന്നെ